ഹലോ മൈസൂർ ദസറ കാണാൻ പോകുന്ന പാർട്ട് 2 വീഡിയോ ആണ്. മൈസൂർ ടൗണിൽ എത്തിയിട്ട് ATM തപ്പി മുടിയനാറിന് പോയപ്പോഴെ കുറിച്ച് സുഹൃത്തുക്കൾ കിട്ടി. എന്താണെന്ന് അറിയില്ല, ഞാൻ ഏത് നാട്ടിൽ പോയാലും അവിടെ ഇങ്ങനത്തെ കുറെ ഇനിയിപ്പോ ആ നേരം കൊടുക്കാൻ കയ്യിലൊന്നില്ലെങ്കിലും അവർക്ക് വാലാട്ടി നമ്മുടെ അടുത്ത് വരും. അത് വേറെ ഫീൽ തന്നെയാണ്. ഏകദേശം എത്താൻ 8 കിലോമീറ്റർ ബാക്കി ഉണ്ടായിരുന്നെങ്കിലും ഇത്ര ലോങ് തന്നെ അടിപൊളി ഡെക്കറേഷൻ ഉണ്ടായില്ല. ഇച്ചിരി ലൈറ്റ് ആണ് തന്നെ. എന്റെയും ഡെൽവിന്റെ അവസ്ഥ ഭയങ്കര ഗുരുതരാവസ്ഥയാണ്. ഭയങ്കര ആവേശം. നല്ല നല്ല ക്ലിപ്പ് എടുക്കുമ്പോൾ നമ്മുടെ ഫ്രെയിമിൽ ഒരു കപ്പിൾസ് കയറി വരുന്നു. ഈ പ്രായത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ നല്ല റൊമാന്റിക് ലൈറ്റും തണുത്ത കാലാവസ്ഥ, പിന്നെ ഒരു ബൈക്കും, പിന്നെ നമ്മൾ ലോകത്തിലെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളും. ഇനിയിപ്പോ ഗേൾ ഫ്രണ്ട് ആവണമെന്നില്ല, ഫ്രണ്ട് ആവോ അമ്മയോ അങ്ങനെ ബാക്കിൽ ഇരുത്തി പോകാൻ വേറെ മൂഡ് തന്നെ ആയിരിക്കും. ഇപ്പൊ നിങ്ങളെല്ലാവരും വിചാരിക്കും ഞാൻ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പണ്ട് പോയിട്ടുണ്ടെന്നാ. പക്ഷെ നിങ്ങൾക്ക് ആർക്കും അറിയാത്ത സത്യം ഞാൻ പറയാം. എനിക്ക് ഇതൊരു വണ്ടിയോട്ട് അറിയില്ല. നമുക്ക് തള്ളകൾ നിർത്തിയിട്ട് ഇനി നേരെ വീട്ടിലേക്ക് കിടക്കാം. ഈ കൂമനെ പോലെ തല പുറത്തിട്ട് വായി നോക്കാനല്ല, ഈ ബ്ലോക്ക് എത്ര കിലോമീറ്റർ ഉണ്ടെന്നാണ് നോക്കുന്നത്. ബ്ലോക്ക് കാരണം നമ്മുടെ ഡ്രൈവർ ക്ഷീണിച്ചിട്ട് കാറിന്റെ ഉള്ളിലും ചമറപ്പാടി നിലയിരിക്കും. ഇനിയിപ്പോ എത്ര നേരം ബ്ലോക്ക് ആയാലും നമ്മളെ ചെക്കന്മാർക്ക് ഒരു വായി നോട്ടൊരു കുറവില്ല. ഫൈനലി മണിക്കൂറുകൾക്ക് ശേഷം നമുക്ക് ബ്ലോക്കിന് മാറി വണ്ടി പാർക്ക് ചെയ്തപ്പോഴാണ് സാധാരണ ഈ വണ്ടിയിൽ നമ്മുടെ നാട്ടിൽ പോത്തുകളെ കൊണ്ടുപോയി. ഇവിടെ നേരെ തിരിച്ചാണ്. വണ്ടി പാർക്ക് ചെയ്തതിനു ശേഷം ഡൽഹിയിൽ ഭയങ്കര സന്തോഷം. ആദ്യമായിട്ട് ദസറ കാണുന്നുണ്ടാവും. എന്തായാലും പ്ലേ സ്റ്റേഷന് വേണ്ടി ഇവർ വേറെ സ്ഥലം കണ്ടെത്തി. കാണുമ്പോൾ ഒരു മിനി വണ്ടറില്ല. ഉള്ളോട്ട് കയറിയപ്പോ ആദ്യം തന്നെ കണ്ട ഈ മനുഷ്യനാണ്. ദസറക്ക് പോയിട്ട് സന്തോഷവും സങ്കടവും ഒരുമിച്ച് കിട്ടി നിമിഷം ഇത് കണ്ടപ്പോഴേ. കാരണം ഇത്ര ചെറിയ പ്രായത്തിൽ ഒരു നേരത്തെ ഫുഡിന് വേണ്ടിയാണല്ലോ ഇവർ ഇങ്ങനെ ചെയ്യുന്നത്. ഈ പ്രായത്തിൽ ഇത്ര കഴിവുണ്ടെങ്കിൽ നമ്മളെപ്പോലെ സൗകര്യവും പരിശീലനവും ഉള്ളതും കൊടുത്താൽ ഒളിമ്പിക്സിൽ മെഡൽ എല്ലാം വരൂലേ. എന്തായാലും ദസറക്ക് വന്നുകൊണ്ട് ഒരു ഗുണമുണ്ട്. എൽവിയുടെ അണ്ണനോട് കണ്ണട ചോദിക്കുമ്പോൾ അരുണൊരു സൈഡിൽ കണ്ണാടി അടിച്ചു മാറ്റി അതിന്റെ ഡാൻസുകൾ കാണും. കൗതുകം കൊണ്ട് ഈ ഭാര്യടുത്ത് ചോളം കഴിക്കാൻ പോയി. കഴിച്ചു കഴിഞ്ഞപ്പോൾ കാര്യം ഉറപ്പായി. നാളെ തൂറാനിരിക്കുമ്പോ ഈ 6 പേര് കുണ്ടി കത്തി പോകുന്നു. എരിവ് മാറാൻ ഈ പച്ചമുട്ടയിൽ തിന്നപ്പോൾ ആശ്വാസം കിട്ടി. അവിടെ തന്നെ ഒരു ചാട്ട് മസാല കഴിച്ചു. ഒരു കിടിലൻ സാധനം. ഈ കാണുന്ന ഐസ്ക്രീം കണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ 20 ആണെങ്കിലും ഈ നായ്ക്കൽ കൊടുക്കുന്നത് 50 രൂപയ്ക്ക്. എന്തായാലും ഐസ്ക്രീം കഴിക്കാനുള്ള കൊതി കൊണ്ട് ഐസ്ക്രീമും കഴിച്ചു. നമ്മളെ കുറച്ച് സുഹൃത്തുക്കളോട് ബായി നമ്മളവിടെ ഇറങ്ങി. ഇനി ഇത്രയുള്ളൂ ബാക്കി നാളെ.